അപ്പം ചീനി വെന്തുകൊണ്ടിരിക്കുകയാണ്. ചീനി ചെറുതായിട്ട് കട്ട് ചെയ്ത് പീസസ് ആക്കിയത് വെന്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇറച്ചിക്ക് കറിക്കിടാൻ വേണ്ടിയാണ്. തേങ്ങ കൊത്ത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പീസസ്, അത് ഉണങ്ങിയതാണ്, ഉണങ്ങിയ തേങ്ങ. പിന്നെ കൊപ്ര പറയത്തില്ലേ. അപ്പം ഇറച്ചിക്ക് നല്ല ഒരു ടേസ്റ്റാണ്. നമുക്കിത് ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ നല്ല ക്രഞ്ചി ആയിരിക്കും കഴിക്കുമ്പോൾ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, വലിയ സവാള. ഇന്ത്യയിൽ നമ്മൾ ഇതിന് കാന്ത എന്ന് പറയും, കാന്ത. ഇത് ചെറിയ ഉള്ളി നമ്മളിങ്ങനെ പൊളിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ തക്കാളി ഇതിന് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തിട്ട് വീഡിയോ പ്ലേ ചെയ്യും. നമ്മൾ ഇറച്ചി കഷ്ണങ്ങൾ നല്ല റെഡിയായിട്ടിരിക്കണം. ഇതിന് നമ്മൾ കറി റെഡിയാകും, ബാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചീനിയൊക്കെ ഒന്ന് വെന്ത് റെഡിയാവട്ടെ, ബാക്കി അമ്മ അവിടെ നാടൻ നമ്മുടെ അടുപ്പാണ്. അത് പുറത്ത് ഈ നാടൻ അടുപ്പ് അച്ഛനാണ്. ഇത് ആരുടെ ഹെൽപ്പില്ലാതെ അച്ഛനാണിത് ഉണ്ടാക്കിയത്. അമ്മ അവിടെ നാടൻ രീതിയിൽ അരി വേവിക്കുന്നു. ചെറിയ ഷേക്ക് വരുന്നുണ്ടായിരിക്കും. റെഡിയാക്കാണ്. ഇത് എപ്പോൾ റെഡിയാവുന്നത്? അരമണിക്കൂർ ഇങ്ങനെ നമ്മൾ ഇളക്കി. തവി കണ്ടില്ലേ, ഇത് നമ്മൾ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലേ മേ? ഇങ്ങനെ തവി ഇതാണ്. കണ്ടില്ലേ, തീ ഇങ്ങനെ അടുപ്പിൽ നമ്മൾ അരി വേവിക്കുന്നത്. ഇത് നാച്ചുറലാണ്. അടുപ്പിൽ നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത് ഏറ്റവും നാച്ചുറൽ, അതിന് ടേസ്റ്റ് കൂടും. അങ്ങനെയാണ്. ഈ തവി ഇതിനകത്ത് ഇരിക്കുവാണ്. തവി വിറക് നല്ല രീതിയിൽ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. അതിൻ്റെ വിറകെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി. പണ്ടത്തെ കാലത്ത് നമ്മൾ കാണുന്ന പോലെ ഇപ്പം ഇവിടെയും വീട്ടിൽ പൊത്താൻ മാടം ഒക്കെ ഉണ്ട്. വിറകൊക്കെ വെച്ചിരിക്കുന്നത് ഇപ്പം കാണിക്കാം. ഓക്കെ ഗൈസ്, ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പൊത്താൻ മാടം. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യുന്ന പോലെ ഇപ്പോഴും ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പം LPG ഗ്യാസ് നമ്മളിപ്പോൾ അധികം ഉപയോഗിക്കാതെ നമ്മൾ ഇതേ രീതിയിൽ ഓലയും ഇതെല്ലാം നമ്മൾ ഉണക്കി. ഇത് കണ്ടില്ലേ, ഇതാണ് തൊട്ടി. നമ്മുടെ തോട്ടി ഇത് വെച്ചാണ് നമ്മൾ മാങ്ങയും പിന്നെ അടയ്ക്കാമരവും ഉണ്ട്. അതെല്ലാം നമ്മളിപ്പം ഇതിപ്പോൾ നമ്മൾ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഓല. കണ്ടില്ലേ, ഇതൊക്കെ ഉണങ്ങി അതെല്ലാം നമ്മൾ ഇവിടെ ഇടും. അതില്ല, നമ്മുടെ തെങ്ങിൽ ഇപ്പം തേങ്ങ ഒക്കെ നിൽപ്പുണ്ട്. ഇത് ഒരു ടൈപ്പ് ഫ്രൂട്ടാണ്. ഇതിന് നല്ല വില കൂടുതലാണ്. ഇതെന്ന് വെച്ചാൽ ഇപ്പം ഇത് സപ്പോട്ട എന്നാണ് പറയുന്നത്. സപ്പോട്ട നല്ല വില കൂടുതലാണ് ഇതിന് പുറത്തൊക്കെ. ഒരു മരമാണിത്. നമ്മുടെ
ബാക്കിൽ പുറവശത്ത് ഇങ്ങനെ മാങ്ങ കണ്ടിട്ട് എത്ര നീളമുള്ള മാങ്ങയാണ്. ഇതൊക്കെ മുഴുവൻ നല്ല കണ്ടല്ലേ. ഇതാണ് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ നമ്മൾ പറയുന്നത് ഇരുമ്പൻ പുളി എന്ന് പറയും. ഇരുമ്പൻ പുളി നമ്മൾ ചില സ്ഥലത്ത് ഇലിമ്പിക്കാന്ന് പറയും. കണ്ടില്ലേ, ഇതൊക്കെ പറയാൻ നല്ല പുളിയുള്ള, നമ്മൾ ചിലപ്പം മീൻകറിയിലൊക്കെ നമ്മൾ മാങ്ങാ കൂട്ടാൻ ഉണ്ടാക്കത്തില്ലേ, അപ്പം മാങ്ങയ്ക്ക് പകരം നമ്മൾ ഈ ഇളിമ്പിപ്പുളി കട്ട് ചെയ്തിടാറുണ്ട്. ഇത് ഉണക്കിയിട്ടും ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ഭയങ്കര ഇത് സിട്രിസിറ്റി അയണിലും നല്ലതാണ്. അതിപ്പം തുണിയെല്ലാം രാവിലെ വെച്ചതാണ്. അപ്പം തുണിയെല്ലാം കഴുകി തീരാറായിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് ഇട്ടുണ്ട്. 5 മിനിറ്റ് ഇത് കഴിഞ്ഞ് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് പുറത്ത് വിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നാടൻ തക്കാളിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കറിക്ക് വേണ്ടി ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ഇത്രയും തക്കാളി മതിയോ? ഇതിൽ നല്ല ഷാർപ്പ് പിച്ചാത്തിയാണ് കേട്ടോ. റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് ചെയ്യുന്നത്? അടുത്തത് നെക്സ്റ്റ് എന്താണ്? ഓക്കെ, നമ്മളിപ്പം നേരത്തെ കാണിച്ച ഇറച്ചി അത് നമ്മൾ കഴുകി അത് വൃത്തിയാക്കണം. അപ്പം ആ വീഡിയോയിലിട്ട് പോവാം. ഇതിപ്പോൾ എപ്പോൾ റെഡിയാവും? ഇത് വെന്തോ? ഗ്രോ ബാഗിൽ നമ്മൾ ടെറസിൽ ഗ്രോ ബാഗിൽ വളർത്തിയാണ് കപ്പ. നാടൻ കപ്പ നല്ലപോലെ ഒന്ന് വേവാം. പകുതി വെന്തിട്ടുണ്ട്. നമ്മളിതായിപ്പം ഇറച്ചി നല്ല ഫ്രഷ് ഇറച്ചിയാണ് കേട്ടോ. കണ്ടില്ലേ? കണ്ടില്ലേ? നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. നിറം കണ്ടില്ലേ? കാരണം മട്ടൺ പൊളിച്ച് ഇതിനെ നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കണം. നല്ലപോലെ 2-3 വെള്ളത്തിൽ നല്ല രീതിയിൽ ഇങ്ങനെ കഴുകിയെടുക്കണം. 5 വെള്ളത്തിൽ, മൊത്തം 5 വെള്ളത്തിൽ കഴുകി ഇത് നല്ല രീതിയിൽ. നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ എന്ന് വെച്ചാൽ ഇത് അധികം കഴുകാറില്ല. പക്ഷെ നമ്മൾ ഇവിടെ കേരളത്തിലും ബാക്കിയെല്ലാം സ്ഥലത്ത് നല്ല രീതിയിൽ കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് എടുക്കുക. ഇത് നമ്മൾ കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇത് നമുക്ക് കഴുകിയിട്ട് വെച്ചിരുന്നാൽ പിന്നെ എടുക്കാമല്ലോ അല്ലേ? ഇത്ര ഇറച്ചിയുണ്ട്. അത് നമുക്ക് പകുതി കഴുകിയിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കും. നമ്മളിപ്പം നേരത്തെ കാണിച്ച അടുപ്പിൽ നിന്ന് കലമെടുത്ത് നമ്മളിപ്പം തിളപ്പിച്ച് ഇത് അരി ഇത് ഊറ്റുക. ആണോ? വീഡിയോ ഓണാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ? ഇപ്പം ഇത് വെന്ത് ചീന നല്ലപോലെ വെന്തിട്ടുണ്ട്. അതെ അതെ, നമ്മളിതിനകത്ത് തേങ്ങ ഇങ്ങനെ കാര്യങ്ങളാണ് നമ്മളിപ്പം വീട്ടിൽ കാണാം.
എത്ര അരമുറി എത്ര തേങ്ങ? അരമുറി തേങ്ങയാണ്. രണ്ട് പിടി തേങ്ങയാണിത്. മഞ്ഞപ്പൊടി, ഹാഫ് ടീസ്പൂൺ ജീരകപ്പൊടി, ഇനി വേവിച്ചിട്ട് അതിനകത്ത് 2 പിടി തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ്, ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിടാം. നമ്മുടെ ഗാർഡനിലെ കരിവേപ്പിലയാണ്. ആ കരിവേപ്പ് ആദ്യം കാണിക്കാം. എല്ലാം അവിടെ ഇങ്ങനെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം. അതിനകത്ത് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, തേങ്ങ, ഉപ്പ്, കറിവേപ്പില നമ്മൾ മിക്സ് ചെയ്യണം. ഇനി ഇതിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ കുക്കർ അടുപ്പ് വെച്ചു. സ്റ്റവ് കത്തിക്കുന്നു. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എത്ര സ്പൂൺ കാണാൻ? ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാവണം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവണം. കടുക് എടുത്തു. ഈ കടുക് വെളിച്ചെണ്ണ ചൂടാൻ അടുത്ത് നമ്മൾ കടുക് ഇടുന്നു. നല്ല എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. കടുക് ഇങ്ങനെ നല്ലപോലെ പൊട്ടിത്തെറിച്ച് നമ്മുടെ ദേഹത്ത് വീഴാതെ സൂക്ഷിച്ച് നിൽക്കുക. ആ കടുക് പൊട്ടുന്ന തുടങ്ങിയിട്ടല്ലേ. ഇനി തേങ്ങാക്കൊത്ത് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് നമ്മൾ പെട്ടു. ഇതൊന്ന് നല്ലത് ഇളക്കി കൊടുത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ ഇളക്കി കൊടുക്കുക. അടുത്ത നമ്മൾ ചെറിയ ഉള്ളി, ഈ കാണുന്ന ചെറിയ ഉള്ളി കൊടുക്കുക. അതുപോലെ ഇളക്കുക. ഈ കാണുന്നപ്പോൾ ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം ഇത് 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വാടിയിട്ട് അതിനുശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇടാം. 2 മിനിറ്റ്
5 സവാളയുണ്ട്. അപ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന 5 സവാളയാണ്. നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ പെട്ടെന്ന് മൂക്കാൻ വേണ്ടി ഈ ഉള്ളി ഇട്ടേക്കുന്നത് നമ്മൾ ഇത്തിരി ഉപ്പ് നമ്മളിടുക. സോ ഒന്ന് വേഗം മൂക്കും. ഇളക്കി കൊടുക്കുക. മൂന്ന് പച്ചമുളക് പകുതി നമ്മൾ നടച്ചത് കീറിയതാണ്. ഇത് നമ്മൾ ഇടുന്നു. ഈ ചെടിനെ അടച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി. നമ്മളിത് പ്രഷർ കുക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മേളിലോട്ട് ഇങ്ങനെ വെക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഓക്കെ, നമ്മൾ അടച്ചു വെച്ചേക്കുന്ന നല്ലപോലെ ഒന്ന് അത് മൂത്ത് കിട്ടണം. ഓക്കെ, നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്. ഇനി കുറച്ച് കരിവേപ്പില. ഫ്രഷ് കരിവേപ്പിലയാണ്. നല്ലപോലെ തന്നെ ഇളക്കി നല്ല കറിവേപ്പിലയുടെ മണവും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി തക്കാളി, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇടുക. എത്ര നേരം എടുക്കും ഇത് റെഡിയായി വരാൻ? അത് മാറ്റിക്കോ ഇതല്ലേ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. മല്ലിപ്പൊടിയാണ് ഇടുന്നത്. 4 സ്പൂണാണ്. 4 സ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ ഇളക്കി കൊടുക്കുക. മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി പൗഡർ അതൊരു 2 ടീസ്പൂൺ ഇടുന്നു. നല്ല നിറം വരും. ഗരം മസാല ഹാഫ് ടീസ്പൂൺ ആയിട്ട് ചെറിയ. നല്ലപോലെ മിക്സ് ചെയ്യണം. വാടി ഇരിക്കുന്ന നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്.
ഉള്ളിലേക്ക്. അപ്പോൾ ഈ കാശ്മീർ ചില്ലിയുടെ പിന്നെ പൗഡറുകളെല്ലാം, കറി പൗഡറുകളെല്ലാം ഇട്ടപ്പം നല്ല നിറമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത്, നമ്മൾ സ്ഥിരം വീട്ടിൽ കറി ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സ്, സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ കിച്ചൺ ട്രഷേഴ്സ് എന്ന നമ്മൾ എല്ലാം ഇതിനകത്ത് ഇപ്പം കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാലയാണ്. പിന്നെ ബ്രാൻഡ് അംബാസിഡർ ഇത് കണ്ടില്ലേ, മഞ്ജു വാര്യരാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. നമ്മളിത് 2 ടീസ്പൂൺ മീറ്റ് മസാല. താങ്ക് യു കിച്ചൺ ട്രഷേഴ്സ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ കറികൾക്കും ടേസ്റ്റ് വരുത്തുന്ന ഒരു കറി പൗഡർ കമ്പനിയാണ് കിച്ചൺ ട്രഷേഴ്സ് സിന്തൈറ്റിൻ്റെ. നമ്മൾ ഇലക്കി കൊടുത്തു. കുറച്ചുകൂടെ ആവശ്യത്തിന് ഉപ്പിടുക. കൈകളവാണ് ഇടുന്നത്. ഏകദേശം ഒരു ടീസ്പൂൺ കാണും. അപ്പോൾ കൈകളവാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നേരത്തെ കഴുകി വെച്ചിരുന്ന ഇറച്ചി കഷ്ണങ്ങൾ നമ്മൾ ഇതിനകത്തിട്ട് ഇങ്ങനെ ഇടുക. ഉണ്ടല്ലേ, ഇറച്ചി ഇപ്പം ഇടുന്നതേ ഉള്ളൂ. ഇപ്പം നേരത്തെ വഴണ്ടിരിക്കുന്ന ഈ മസാലയ്ക്ക് തന്നെ എന്ത് മണം അറിയോ. ഇതിൽ റെഡിയായി വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇനി തിളച്ച വെള്ളമാണ്, നമ്മളിത് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വെള്ളമാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കും. ഇത് നാടൻ രീതിയിലുണ്ടായിരുന്നു ഇറച്ചിക്കറി. മട്ടൺ പീസസ്, ലൈനിങ് പീസസ് മട്ടൺ. അതുപോലെ ഇളക്കി അത് നമ്മൾ നല്ലപോലെ ഇളക്കി ഇത് വെക്കുക. എത്ര മണിക്കൂർ എടുക്കും ഇനി നല്ലപോലെ വെന്ത് വരാൻ? ഒരു 7 വിസിൽ. നമ്മളിപ്പം ഇതിനകത്ത് കുറച്ചുകൂടെ നമ്മൾ തിളച്ച വെള്ളം കുറച്ചുകൂടെ നമ്മൾ ഒഴിക്കുക. നല്ലപോലെ തിളയ്ക്കുന്നതിൻ്റെ ലാസ്റ്റ് നമ്മൾ 6-7 വിസിൽ വന്നതിന് ശേഷം ഈ കാണുന്ന ഈ കറി ഇതിൻ്റെ ഒരു നിറവും പിന്നെ എണ്ണ തെളിഞ്ഞു വരും. പിന്നെ അതിന് എണ്ണ, ഈ ഇറച്ചിയുടെ എണ്ണയും നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ, പിന്നെ അതെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് മേളിൽ ഇങ്ങനെ വരും. അപ്പോൾ അത് ഇതിൻ്റെ കറി റെഡിയായി. ഇപ്പോൾ നമ്മളിത് കറി റെഡി ആവുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അന്നേരം ഓപ്പൺ ചെയ്യാം. ഇതിപ്പം പ്രഷർ നമ്മളിപ്പം അടയ്ക്കുന്നു. ഒരു വിസിൽ നമ്മളിപ്പം 7 വിസിൽ വരെ നമ്മളിപ്പം ഇതിനകത്ത് ഇനി വിസിൽ ഇതിനെ ഇടാം. ഓക്കെ, അതെ, അപ്പം വിസിലൊക്കെ ഇട്ടു. ഇനി ഇത് 6 to 7 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നതായിട്ടുണ്ടല്ലേ. അപ്പോൾ 7 വിസിൽ വരണം. വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മല്ലിയില ഇങ്ങനെ കൊത്തി അരിയണം. ഇതുപോലെ അരിഞ്ഞ് ഇത് കൊത്തി അരിഞ്ഞാണ്. നല്ല ഫ്രഷ് മല്ലിയിലയാണ്. കണ്ടില്ലേ, നമ്മളിത് ഇൻസ്റ്റാമാർട്ടിന്നാണ് ഓർഡർ ചെയ്തത്. കൊല്ലത്ത് ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട് അവൈലബിൾ ആണ്. എല്ലാവർക്കും ഫ്രഷ് വെജിറ്റബിൾസ് എല്ലാം ഇൻസ്റ്റാമാർട്ട് വഴി ഓർഡർ. തക്കാളി ആയാലും നമ്മൾ ഇൻസ്റ്റാമാർട്ട് വഴിയാണ്. നല്ല നമ്മൾ പുറത്തെ വിലയെ കാട്ടി, മാർക്കറ്റിൽ കിട്ടുന്ന വെജിറ്റബിൾസിനെ കാട്ടി നല്ല വിലക്കുറവിലാണ് ഇവിടെ ഇൻസ്റ്റാമാർട്ടിൽ ലഭിക്കുന്നത്.
ഇതാണ് കൂട്ടുകാരെ നമ്മൾ നേരത്തെ അടുപ്പിൽ നാടൻ രീതിയിൽ നമ്മൾ വേവിച്ച അരി. ഇത് കുത്തരി ചോറാണ്, നാടൻ. ഓപ്പൺ ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല മണമാണ് വരുന്നത്. ഇതിനകത്ത് നമ്മളിപ്പം കരിവേപ്പില, ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില, ഫ്രഷ് മല്ലിയില, ഇത് നല്ല ആവിയാണ് വരുന്നത്. നല്ല മണമാണ്. ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മട്ടൺ റോസ്റ്റ്. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്ന് ഇതിപ്പോ നമ്മൾ മിക്സ് ചെയ്യുന്നു. പിന്നെ നല്ല മണമാണ്. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇനി ഒന്നുകൂടെ കറി ഒന്ന് പറ്റിച്ചിട്ട് ലാസ്റ്റ് മല്ലിയില ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യും. അപ്പം താഴെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ നമ്മൾ ഓൺ ചെയ്തു. ഇതിലേക്ക് മല്ലിയില അതിലേക്ക് ഇപ്പം ഒന്നുകൂടെ ഇടുന്നതായിരിക്കും ലാസ്റ്റ് ഗാർണിഷ്. അത് എണ്ണ ഇപ്പം തെളിഞ്ഞു വരുന്ന അതിൻ്റെ കാര്യം. നല്ല ഓണമാണ്. അതിൻ്റെ ടോപ്പ് വ്യൂ. നല്ലപോലെ പറ്റിയിട്ടുണ്ട്. റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില, സൺഡേ സ്പെഷ്യൽ മട്ടൺ റോസ്റ്റ്. കളർ കണ്ടില്ലേ? എല്ലാവർക്കും ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കൂട്ടുകാരെ, എൻ്റെ ഈ പുതിയ ചാനലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതേപോലുള്ള രസകരമായ വീഡിയോ നമ്മൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്. ബൈ ബൈ.